എന്റെ സുഹൃത്തെ, നൈൽ നദി വോൾഗയിലേക്ക് ഒഴുകുകയില്ല. കോങ്കോ നദിയും ജോർദാൻ നദിയും യൂഫ്രട്ടീസിലേക്കും ഒഴുകുകയില്ല. ഓരോ നദിക്കുമുണ്ട് അതിന്റെ ഉറവിടം, അതിന്റെ വഴി, അതിന്റെ ജീവിതം. എന്റെ സുഹൃത്തെ, നമ്മുടെ നാട് വന്ധ്യമല്ല. ഓരോ നാടിനും ജനിക്കാൻ ഒരു മുഹൂർത്തമുണ്ട്. ഓരോ പുലരിക്കും കലാപകാരിയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. ബാലസംഘത്തിന്റെയും SFIയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ച് DYFIയുടെ പരമോന്നത ഘടകമായ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ വരെ പ്രവർത്തിക്കാനുള്ള അവസരം ഈ കാലയളവിനിടയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. യുവജന സംഘടനാ പ്രവർത്തനം ധൈഷണികവും സർഗാത്മകവും സമരോത്സുകവുമാക്കി മാറ്റാനുള്ള സഖാവ് VK സനോജിൻ്റെയും വസീഫിൻ്റെയും നേതൃത്വത്തിലുള്ള വൈവിധ്യപൂർണമായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട് ദീർഘകാലം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ മകൻ എന്ന നിലയിൽ എക്കാലവും ആവേശവും രാഷ്ട്രീയ നിലപാടുകളും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. യുവജന സംഘടനാ പ്രവർത്തന കാലയളവിൽ എനിക്കാകെ ആവേശം തന്ന് പ്രോത്സാഹനം നൽകിയ പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായ സഖാക്കൾ ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് A റഹീമും മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് PA മുഹമ്മദ് റിയാസും മുൻ സംസ്ഥാന ട്രഷറർ സഖാവ് KS സുനിൽകുമാറും ഉൾപ്പെടെയുള്ളവരെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. DYFI കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചുമതലയിൽ നിന്ന് വിടവാങ്ങുന്ന വേദിയിലാണ് ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് M വിജിൻ കടന്നു വരുന്നത്. ഞാൻ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞ സമ്മേളനത്തിലാണ് സഖാവ് M വിജിൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ നിന്ന് ഞാൻ ഒഴിയുന്ന ഘട്ടത്തിലും സഖാവ് M വിജിൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഈ ഹാളിലുള്ളവരിൽ ഇന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ ചിന്ത ജെറോമുമായി ഒരുപക്ഷെ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നവരിൽ ഒരാൾ ഞാനായിരിക്കും. ഹൈസ്കൂൾ കാലഘട്ടം മുതൽ സംസ്ഥാനതല പ്രസംഗ മത്സരങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുത്ത കുടുംബ ബന്ധത്തിൻ്റെയും രാഷ്ട്രീയ സൗഹൃദങ്ങളുടെയും ബന്ധം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സഖാവ് രാഹുൽ തിരുവനന്തപുരം മുതൽ ഹിമാചൽ പ്രദേശ് വരെ സഞ്ചരിച്ച ഒരുപാട് യാത്രകളിൽ ഞങ്ങൾക്കൊപ്പം വിദ്യാർത്ഥി കാലം മുതൽ ഉണ്ടായിരുന്ന ആളാണ്. സഖാവ് TP ബിനീഷിനെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മഹാനായ കവി ദാർവേഷ് പാടുകയുണ്ടായി, എൻ്റെ സുഹൃത്തെ, നൈൽ നദി വോൾഗയിലേക്ക് ഒഴുകുകയില്ല. കോങ്കോ നദിയും ജോർദാൻ നദിയും യൂഫ്രട്ടീസിലേക്കും ഒഴുകുകയില്ല. ഓരോ നദിക്കുമുണ്ട് അതിൻ്റെ ഉറവിടം, അതിൻ്റെ വഴി, അതിൻ്റെ ജീവിതം. എന്റെ സുഹൃത്തെ, നമ്മുടെ നാട് വന്ധ്യമല്ല. ഓരോ നാടിനും ജനിക്കാൻ ഒരു മുഹൂർത്തമുണ്ട്. ഓരോ പുലരിക്കും കലാപകാരിയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം.